ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യം, റഷ്യ ഇന്ത്യയിൽ നിന്ന് 32,000 കോടിയുടെ ആയുധങ്ങൾ വാങ്ങി. കഴിഞ്ഞ ഒക്ടോബർ 23 ആരംഭിച്ച് ഇപ്പോൾ ഒക്ടോബർ 24 വരെ നീളുന്ന കണക്കാണിത്. ഇതുകൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ, യുദ്ധവിമാനം, അതിന്റെ പോരാളികൾ എല്ലാം നശിപ്പിച്ച വളരെ വിജയകരമായ ആയുധം ഇസ്കാൻഡർ എമ്മിന്റെ ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് കാണാം. ആദ്യം, റഷ്യ ഇന്ത്യയിൽ നിന്നും 32,000 കോടിയുടെ ആയുധങ്ങൾ വാങ്ങിയെന്ന വാർത്തയിൽ നിന്നും ആരംഭിക്കാം. സാമ്പത്തിക തടസ്സങ്ങൾ കാരണം റഷ്യയെ എല്ലാവിധ ഇടപാടുകളിൽ നിന്നും പുറത്താക്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വിഫ്റ്റ് എന്ന ഇടപാടിൽ നിന്നും അവരെ പുറത്താക്കിയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ റഷ്യയുമായി വ്യാപാരം നടത്തുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് കറൻസി നൽകുകയും അവരിൽ നിന്ന് എന്തും വാങ്ങുകയും ചെയ്യുന്നത് പോലെ ആയിരിക്കണം. അന്താരാഷ്ട്ര ബാങ്ക് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് റഷ്യയിൽ നിന്നും ഒന്നും വാങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ രാജ്യത്തിനും റഷ്യയ്ക്കും ഇടയിൽ മാത്രമേ നിങ്ങൾക്ക് വ്യാപാരം നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ റഷ്യക്കാർ ചെയ്തത് ഡോളർ അല്ലാതെ മറ്റ് കറൻസികളിലും തങ്ങൾ എണ്ണ കയറ്റുമതി ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു. ഈ അറിയിപ്പനുസരിച്ച് ചൈനക്കാർ റഷ്യയ്ക്ക് യുവാൻ നൽകുന്നു. യുവാൻ എന്നത് ചൈനീസ് കറൻസിയാണ്. അതിനാൽ ചൈന അവരുടെ എല്ലാ എണ്ണ ഇറക്കുമതിയും സൈനിക ഇറക്കുമതിയും യുവാൻ വഴി വാങ്ങുന്നു. മാത്രമല്ല, റഷ്യയ്ക്ക് ഈ യുവാൻ ചിലവഴിക്കാനും കഴിയും. കാരണം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് യുവാൻ വഴിയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാകിസ്ഥാൻ പോലും യുവാൻ ഉപയോഗിക്കുന്നു. കാറുകൾ, സൈനിക ഘടകങ്ങൾ തുടങ്ങിയവയെല്ലാം ഇറക്കുമതി ചെയ്യുന്നു. അതിനാൽ അവർക്ക് എത്ര യുവാൻ നൽകിയാലും അവർക്കത് എളുപ്പത്തിൽ ചിലവഴിക്കാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. കാരണം നമുക്ക് വ്യാപാര അസന്തുലിതാവസ്ഥയുണ്ട്. കാരണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നമ്മൾ റഷ്യയിൽ നിന്ന് ഏകദേശം 60 ബില്യൺ അളവിൽ ഇറക്കുമതി ചെയ്തു. എന്നാൽ വെറും 8 ബില്യൺ മാത്രമാണ് കയറ്റുമതി ചെയ്തത്. ഈ വ്യാപാര അസന്തുലിതാവസ്ഥ കാരണം റഷ്യക്കാർക്ക് നമ്മുടെ ഇന്ത്യൻ രൂപ ചിലവഴിക്കാൻ സാധിക്കില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോ നമ്മൾ എങ്ങനെയാണ് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 2 കറൻസികളിലൂടെയാണ് നമ്മൾ വാങ്ങുന്നത്. ഒന്ന് UAE ദിർഹം, മറ്റൊന്ന് ഇന്ത്യൻ രൂപ. നമ്മൾ ഇന്ത്യൻ രൂപ വളരെ കുറവായാണ് ഉപയോഗിക്കുന്നത്. കാരണം റഷ്യക്കാർ അവർക്ക് ചിലവഴിക്കാൻ കഴിയുന്നത് മാത്രമേ വാങ്ങുകയുള്ളൂ. ഇപ്പോൾ അവരുടെ പക്കൽ പണം എത്രയുണ്ടെന്ന് നോക്കിയാൽ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടുകളിൽ ഏകദേശം 8 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ രൂപയുണ്ട്. എന്നാൽ ഈ 8 ബില്യൺ ചിലവഴിക്കാൻ അവർ 6 മാസമായി കഷ്ടപ്പെട്ടു. കാരണം ഇന്ത്യൻ രൂപയിൽ അത്രയും കയറ്റുമതി ചെയ്യണം. അതിനുശേഷം മാത്രമേ അവർക്ക് ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങുകയുള്ളൂ. ഇപ്പോൾ പ്രശ്നം അതിന്റെ പാരമ്യത്തിൽ എത്തിയപ്പോഴും എണ്ണ കയറ്റുമതി നിർത്തുമെന്ന് നമ്മൾ കരുതി. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ജയശങ്കർ റഷ്യയിലേക്ക് പോയി. ഈ പ്രത്യേക വിഷയത്തെക്കുറിച്ച് അദ്ദേഹം വ്ളാഡിമിർ പുടിനോട് ചർച്ച നടത്തി. ചർച്ച കഴിഞ്ഞപ്പോൾ എല്ലാം സുഗമമായി മാറി. അപ്പോൾ ഈ 8 ബില്യൺ ഡോളറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ, അതിലെ 4 ബില്യൺ നഷ്ടമായി എന്നാണ്, കാണാനില്ല എന്നാണ് ഫിനാൻഷ്യൽ ഓഫീസർ പറയുന്നത്. അവിടെയുള്ള സാമ്പത്തിക ഉദ്യോഗസ്ഥർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല. പകരം റഷ്യ ഇത്രയും പണം ഇന്ത്യയിൽ ചിലവഴിച്ചു എന്ന് മാത്രം പ്രഖ്യാപിച്ചു. 32,000 കോടി ആയുധങ്ങൾ റഷ്യ ഇന്ത്യയിൽ നിന്ന് വാങ്ങി എന്നാണ് ഇതുവരെയുള്ള വാർത്ത. എന്നാൽ അവ യഥാർത്ഥത്തിൽ ഇന്ത്യൻ നിർമ്മിത ആയുധമാണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ധാരാളം റഷ്യൻ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. സുഖോയ് Su-34 ഘടകങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ധാരാളം റഷ്യൻ വിമാനങ്ങൾക്കായുള്ള ഘടകങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. പീരങ്കികൾ, ടാങ്കുകൾ ഇവയെല്ലാം നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ പീരങ്കി വാങ്ങാനോ അല്ലെങ്കിൽ റഷ്യയിൽ ഇതിനകം നിർമ്മിച്ച ആയുധങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ലൈസൻസ് വാങ്ങി നിർമ്മിക്കുന്നുണ്ടല്ലോ, ആ സ്പെയർ പാർട്സ് വാങ്ങാനോ അവർ പണം വിനിയോഗിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നു. ഈ 32,000 കോടി എന്നത് വെറും ആയുധങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഭാരമേറിയ ഉപകരണങ്ങളും അവർ വാങ്ങിയിട്ടുണ്ട്. ഈ ഭാരമേറിയ ഉപകരണം എന്നത് എന്തുമാകാം. അത് ജനറേറ്റർ ആകാം, ക്രെയിൻ ആകാം, ടാങ്കുകൾക്ക് ആവശ്യമായ എഞ്ചിനുകളാകാം. ഇതൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. അപ്പോ ആകെ തുക 32,000 കോടിയാണ്. അതിൽ വലിയൊരു പങ്ക് ആയുധങ്ങൾക്കായി ചിലവഴിച്ചു. ഭാരിച്ച ഉപകരണങ്ങൾക്കും അതവർ ചിലവഴിച്ചു. അതിനാൽ അവർ വാങ്ങിയ ആയുധങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ഇതാണ് ശരിയായൊരു വിവരം. ഇതിലും റഷ്യയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ നമ്മളും നിർമ്മിക്കുന്നുണ്ടല്ലോ, അതും വാങ്ങിച്ചിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. അപ്പോ ഇതൊരു നല്ല കാര്യമല്ല എന്ന് ചോദിച്ചാൽ, അതെ, തീർച്ചയായും ഇതൊരു നല്ല കാര്യമാണ്. റഷ്യക്കാർ അവരുടെ ഇന്ത്യൻ രൂപ ഇന്ത്യയിൽ ചിലവഴിക്കാൻ ഒരു വഴി കണ്ടെത്തുകയാണെങ്കിൽ റഷ്യൻ ആയുധങ്ങൾ വാങ്ങാൻ നമുക്ക് ഇന്ത്യൻ രൂപ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ രൂപ എന്ന് ചോദിച്ചാൽ, റഷ്യക്കാർക്ക് അവരുടെ ഇന്ത്യൻ രൂപ ഇന്ത്യയിൽ വീണ്ടും ചിലവഴിക്കേണ്ടി വരും. 8 ബില്യൺ കൊടുത്ത് നമ്മൾ എണ്ണ വാങ്ങുകയാണെങ്കിൽ ഈ 8 ബില്യൺ വീണ്ടും അവർക്ക് ഇന്ത്യയിൽ ചിലവഴിക്കേണ്ടി വരും. ഒന്നുകിൽ കയറ്റുമതിക്കായി ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ നിക്ഷേപിക്കാം. ഉദാഹരണത്തിന് ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിൽ ജപ്പാൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ നിക്ഷേപിക്കാനും ചിലവ് കൂടുതൽ വർദ്ധിപ്പിക്കാനും സാധിക്കും. അതിനാൽ റഷ്യയ്ക്കും ഇന്ത്യക്കും അത്തരം അവസരങ്ങളും ലഭിക്കും. ഈ ഒരു പദ്ധതി വിജയിക്കണമെന്നുണ്ടെങ്കിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര സന്തുലിതാവസ്ഥ ഉറച്ചതായിരിക്കണം. ഇപ്പോൾ അത് 60 ബില്യൺ, 8 ബില്യൺ ഈ ഒരു അവസ്ഥയിലാണ്.
ഇതിലും കൂടുതൽ അടുത്തായിരിക്കണം. നിങ്ങൾ ചൈന ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം തുല്യമായി വ്യാപാരം ചെയ്യുന്നു. അവർ എത്ര എണ്ണ വാങ്ങുന്നുവോ അത്രയും ചൈനയിൽ നിന്ന് റഷ്യയിലേക്ക് കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. അത്രത്തോളം നമ്മളും കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ നമുക്കും നേട്ടമായിരിക്കും. ഇനി അടുത്ത വാർത്ത നോക്കിയാൽ അത് ഇസ്കന്ദർ ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ചാണ്. ഉക്രൈനിലെ സമീപകാല സംഭവങ്ങൾ, അവരുടെ ബുക്ക് A1 സിസ്റ്റം, ഹെലികോപ്റ്റർ F-300A1 സിസ്റ്റം, പാട്രിയോട്ട് A1 സിസ്റ്റം, കൂടാതെ അവരുടെ ചില പ്രധാന ആയുധങ്ങളെ ഒരേയൊരു മിസൈൽ ഉപയോഗിച്ച് തകർക്കുന്നത് കാണാൻ സാധിക്കും. പല വീഡിയോസിലും നമ്മളത് കണ്ടിട്ടുണ്ടാകും. വാസ്തവത്തിൽ മെയ് 11, 12 തീയതികളിൽ ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ ഉക്രൈന്റെ Mi-17 ഹെലികോപ്റ്റർ, Mi-24 ഹെലികോപ്റ്റർ, ചില സപ്പോർട്ട് വാഹനങ്ങൾ, ബുക്ക് A1 സിസ്റ്റം, വെടിമരുന്ന് സംഭരണം, ഇവ എല്ലാത്തെയും 24 മണിക്കൂറിനുള്ളിൽ ബാലിസ്റ്റിക് മിസൈൽ, പ്രത്യേകിച്ച് ഇസ്കന്ദർ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യക്കാർ അടിച്ചു വീഴ്ത്തി. അതിനാൽ നിലവിൽ യുദ്ധത്തിന്റെ ഏറ്റവും വിജയകരമായ പ്ലാറ്റ്ഫോം ഇസ്കന്ദറാണ്. നമ്മൾ ഇസ്കന്ദറിൽ നോക്കുകയാണെങ്കിൽ അടുത്തിടെ കിട്ടിയ വാർത്തയനുസരിച്ച് നിശ്ചലമായി നിൽക്കുന്ന Mi-29, F-300 ഇവയെ ഒരേയൊരു സമയം ഒരു മിസൈൽ നിലം പതിപ്പിച്ചു. അതിനാൽ റഷ്യക്കാർ ധാരാളമായി ഉപയോഗിക്കുന്ന ഇസ്കന്ദർ ഉക്രൈനിയർക്ക് വളരെയധികം നാശമുണ്ടാക്കി. അത്രത്തോളം എന്താണ് ഈ ഇസ്കന്ദറിൽ ഉള്ളതെന്ന് നോക്കിയാൽ ഇസ്കന്ദർ ഒരു മികച്ച സാങ്കേതിക വിദ്യയൊന്നുമല്ല. നിങ്ങൾ അമേരിക്കൻ മിസൈലുകൾ എടുത്ത് നോക്കിയാൽ അവർ അവരുടെ സാങ്കേതിക വിദ്യ വിശദീകരിക്കുമ്പോൾ തന്നെ അത് വളരെ സങ്കീർണമായ രീതിയിൽ വിശദീകരിക്കുന്നത് പോലെ തോന്നും. ഇതിന് ഈ സെൻസറാണ് ഉള്ളത്, ഇതിന് ഈ വേഗതയുണ്ട്, ഇത് ഇലക്ട്രോണിക് യുദ്ധത്തിൽ നിന്നും പ്രതിരോധ ശേഷിയുള്ളതാണ്, ഇത് റാഡാറിൽ അകപ്പെടാതെ നീങ്ങാൻ കഴിയും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവരവരുടെ ക്രൂയിസ് മിസൈലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ റഷ്യക്കാർ അടിസ്ഥാന തത്വത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. അവർ ഭൗതിക ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് മിസൈലുകൾ നിർമ്മിച്ചത്. വേഗതയും കൃത്യതയും അടിസ്ഥാനമാക്കിയുള്ളതാണിത്. ഒളിഞ്ഞും തെളിഞ്ഞും ഇലക്ട്രോണിക് യുദ്ധത്തെ നേരിടേണ്ട ആവശ്യം ഇല്ല. വെറും വേഗതയും കൃത്യതയും മാത്രം വെച്ച് മിസൈൽ സൃഷ്ടിച്ചു എന്നുള്ളത് അറിയുമ്പോഴാണ് കൂടുതൽ രസകരമായി തോന്നുന്നത്. അതാണ് ഇസ്കന്ദർ ബാലിസ്റ്റിക് മിസൈൽ. അതിന്റെ പാതയിൽ മാറ്റം വരുത്താൻ സാധിക്കും. അഡ്വാൻസ് സംവിധാനത്തെ അവയെ തടയാൻ കഴിയാത്ത രീതിക്ക് അവയുടെ പാതയിൽ മാറ്റം വരുത്തും. ഇസ്കന്ദറിൽ സങ്കീർണമായ ഘടകങ്ങളൊന്നും തന്നെ ഇല്ല. അത് അതിന്റെ പാത പിന്തുടരും. അതായത് അതിന് മുൻകൂട്ടി നിശ്ചയിച്ച പാത പിന്തുടരും. ഇത്രയും ലളിതമായ ഒരു മിസൈൽ ഉപയോഗിച്ച് റഷ്യക്കാർക്ക് കഠിനമായ ആക്രമണം നടത്താൻ കഴിയുമെന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചു. അവരുടെ അഭിപ്രായത്തിൽ അവരുടെ ആയുധങ്ങൾ മികച്ചതാണെന്ന് അവർ കരുതുന്നു. റഷ്യ ഇസ്കന്ദർ ബാലിസ്റ്റിക് മിസൈൽ കൊണ്ടുവന്നപ്പോൾ അതിന് പ്രത്യേക ഘടകങ്ങളൊന്നും ഇല്ല എന്നും അത് പ്രവർത്തിക്കില്ല എന്നും അവർ പറഞ്ഞു. പാശ്ചാത്യ രാജ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റഷ്യക്ക് വ്യത്യസ്തമായൊരു സമീപനമാണുള്ളത്. ആ സമീപനം കാരണം ഇത് വളരെ വിജയകരമായി. അങ്ങനെ യുദ്ധകളത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചെറുതായി ഒന്ന് വിറച്ചു. ഈ മിസൈലിൽ നമുക്ക് കൂടുതൽ വാർഹെഡ്സ് വഹിക്കാൻ സാധിക്കും. ഫ്രാഗ്മെന്റഡ് വാർഹെഡ്സ്, ബങ്കർ തകർക്കുന്ന വാർഹെഡ്സ്, ക്ലസ്റ്റർ വെടിമരുന്നുകൾ, തെർമോബാറിക് വാർഹെഡ്സ് കൊണ്ടുപോകാം. തെർമോബാറിക് എന്നതൊരു വാക്യൂം ബോംബാണ്. ഇത് ചുറ്റുമുള്ള ഓക്സിജൻ വലിച്ചെടുക്കും. ആളുകളുടെ ശ്വാസകോശം തകരാറിലാവുകയും അവർ മരിക്കുകയും ചെയ്യും. ഇത്രത്തോളം ദൃശ്യമായ ഒരു വാർഹെഡ്സ് ഉള്ളതിനാൽ ഈ ആയുധം കൂടുതൽ മാരകവുമാണ്. അതേസമയം അതിന്റെ സാങ്കേതിക വിദ്യയും ഘടകങ്ങളും വളരെ ലളിതമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ പറഞ്ഞാൽ അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസറും മൈക്രോ ചിപ്പുകളും 10-14 വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചിരുന്നവയാണ്. ഇത് വളരെ ലളിതമായാൽ മാത്രമേ നിങ്ങൾക്കത് വൻതോതിൽ നിർമ്മിക്കാനും കഴിയുകയുള്ളൂ. ഇത് സങ്കീർണമാണെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ. ഇപ്പോ ഇവിടെ ഗുണനിലവാരവും അളവും വളരെ മികച്ചതാണ്. അവയുടെ പ്രകടനവും ഉയർന്നതാണ്. എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതേ ഇസ്കന്ദർ ബാലിസ്റ്റിക് മിസൈലിലെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് പ്രലയ മിസൈലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 2 മിസൈലുകൾക്കും അവയുടെ വ്യാപ്തി, വേഗതയും സംബന്ധിച്ച് ഒരേ സ്പെസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. അവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ പ്രലയിൽ തെർമോബാറിക് വാർഹെഡ്സ്, ക്ലസ്റ്റർ വെടിമരുന്നുകൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതല്ലാതെ എല്ലാ സവിശേഷതകളും സമാനമാണ്. ഒരു വസ്തു നിർമ്മിക്കുമ്പോൾ ആ വസ്തു പരിഹരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് ആ രാജ്യത്തിലെ എഞ്ചിനീയർമാരെ ആശ്രയിച്ചിരിക്കും. ഞങ്ങൾ VVRലും സ്റ്റെൽത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നൊക്കെ അമേരിക്ക പറയും. VVRും സ്റ്റെൽത്തും ഉപയോഗിച്ച് വേഗതയും കൃത്യതയും അവർ മാറ്റി സ്ഥാപിക്കും. എന്നിരുന്നാലും റഷ്യ അവർക്ക് സ്റ്റെൽത്ത് ആവശ്യമാണ് എന്ന് കരുതിയാൽ കൂടിയും VVR ക്യാപ്പബിലിറ്റി വേണം എന്ന് കരുതിയാൽ കൂടിയും ഡോഗ് ഫൈറ്റ്, സ്പീഡ് ഇതൊന്നും അവർ ഉപേക്ഷിച്ചില്ല. അവരുടെ സുഖോയ് Su-57 വളരെ വേഗത്തിൽ പോകും. അതേസമയം യുദ്ധവിമാനത്തിന് സ്റ്റെൽത്തും VVR ശേഷി ഉണ്ടെങ്കിലും അവർക്ക് പ്രശ്നത്തിനുള്ള പരിഹാരം മറ്റൊരു തലത്തിലായിരിക്കും. പാശ്ചാത്യ രാജ്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർ സ്വീകരിക്കുന്ന പരിഹാരം അവർക്ക് യുദ്ധകളത്തിൽ വിജയകരമായി മാറും. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് അവരെ കണ്ട് യുദ്ധകളത്തിൽ ഭയമാണ്. ഈ സമയത്ത് നമ്മൾ റഷ്യൻ തത്വശാസ്ത്രം ഉപയോഗിക്കുകയും നമ്മുടെ രാജ്യത്ത് നിരവധി ആയുധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അവരുടെ കഴിവും ഇതിനോട് യോജിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.